ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സംഖ്യ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ സമ്പത്തും ഐശ്വര്യവും നിങ്ങൾ ആ സംഖ്യയുടെ ഒരു വൈബ്രേഷൻ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തൊഴിലിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് നിങ്ങളുടെ പ്രയത്നം കൂടെ ശരിയായി ചെയ്താൽ ലക്ഷക്കണക്കിന് സമ്പത്തും ഐശ്വര്യം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റിമറിക്കുന്ന അത്ഭുതകരമായ ഒരു സംഖ്യയെക്കുറിച്ചാണ് പറയുന്നത്. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ സംഖ്യാ രഹസ്യങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ്. ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഞാൻ പണ്ട് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. കമ്പ്യൂട്ടറിലെ അത്യാവശ്യമായ പല കാര്യങ്ങളും എപ്പോഴും ഡാറ്റ പോകുന്നു, പല പ്രോബ്ലംസ് ആയിരുന്നു, പല പല പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ അന്ന് ഇതുപോലെ സംഖ്യാ രഹസ്യങ്ങൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞ് അതിൽ യാതൊരു പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ സംഖ്യാ രഹസ്യങ്ങൾ പലർക്കും ഞാൻ എൻ്റെ ഗവേഷണത്തിലൂടെ അല്ലെ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് അങ്ങനെയൊക്കെ ഇട്ടവർക്കൊക്കെ ജീവിതത്തിൽ അല്ലെ മൊബൈലിന്റെ പാസ്വേഡ് ഒക്കെ ഇട്ടവർക്ക് ജീവിതത്തിൽ അതിന്റെ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം ഞാൻ ഈ പറയുന്ന കാര്യം, അപ്പോൾ അറിയാമല്ലോ. അല്ലാതെ അതിനെ വിലയിരുത്തുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി ഉപകരിക്കും. പിന്നെ നിങ്ങൾ പ്രയത്നിക്കുകയും കൂടെ വേണം. പക്ഷെ ഈ ഒരു സംഖ്യ നിങ്ങൾക്ക് ഭാഗ്യം തരുന്ന ഒരു സംഖ്യയുടെ വൈബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രത്യേക രീതിയാണ് പറഞ്ഞു തരുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജാണ് വരുന്നത്. പറ്റുന്നതനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ചെയ്യുന്ന രീതി പറഞ്ഞു തരും. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഒരു ദിവസം കൊണ്ട് ചെയ്താൽ മാറ്റമൊന്നും ഉണ്ടാകത്തുമില്ല. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. പിന്നെ നമ്മുടെ പ്രയത്നവും കൂടെ വേണം. അതൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എടുക്കത്തുള്ളൂ. ആവശ്യമുള്ളവർ ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം. ഏതായാലും ഈ അത്ഭുതകരമായ സംഖ്യാ രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിൽ പറഞ്ഞതാണ്. ഇനി വിഷയത്തിലേക്ക് വരിക. ഈ സംഖ്യാ രഹസ്യങ്ങളെ കുറിച്ച് ഞാൻ വളരെ ബികോമിന് പഠിക്കുന്ന കാലഘട്ടം തൊട്ട് ഞാൻ അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്ത ചില കാര്യങ്ങളുണ്ട്. സംഖ്യാ ജ്യോതിഷത്തിലേക്ക് വീറുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഒരു പൈതഗോറസിന്റെ ഒരു ബുക്ക് ഒരിക്കൽ എൻ്റെ കിട്ടി. അന്ന് മുതലാണ് സംഖ്യകളെ കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ എവിടെയെങ്കിലും ഒരു വാഹനാപകടം ഉണ്ടായി കിടക്കുന്നുണ്ട്, ഞാൻ ആ വണ്ടിയുടെ നമ്പർ നോക്കും, പല കാര്യങ്ങളും ഞാൻ ചെക്ക് ചെയ്യും. അപ്പൊ ഈ സംഖ്യകളെ കുറിച്ചുള്ള എന്റെ പഠനം ജീവിതത്തിൽ എനിക്ക് പലർക്കും പല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇത് അതൊന്നുമല്ല പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ചില ഭാഗ്യം തരുന്ന സംഖ്യയുടെ വൈബ്രേഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. എളുപ്പം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ജനിച്ച ഡേറ്റ് 11/9/1983 ആണെന്ന് വിചാരിക്കുക. ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത്. അയാൾ ശരിക്കും അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച ദിവസം. ഇതിൽ നമുക്ക് ഈ ജനിച്ച തീയതി വേണം, ജനിച്ച മാസവും വേണം. ഇത് രണ്ടും എടുക്കുക. ഇത് രണ്ടും മാത്രം, ജനിച്ച തീയതിയും ജനിച്ച മാസവും. ഇത് ഇപ്പോൾ 2025 വർഷം. ആ വർഷത്തിന്റെ കൂടെ നിങ്ങളുടെ ഒറിജിനൽ ജനിച്ച തീയതിയും ജനിച്ച മാസവും ഇപ്പോഴത്തെ ഈ 2025 വർഷത്തിന്റെ കൂടെ കൂട്ടുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ 11/9/2025 ഞാൻ കൂട്ടുന്നു. 1+1+2+2+0+2+5. അപ്പൊ എത്ര കിട്ടി? 20 എന്ന സംഖ്യ കിട്ടി. ഈ 20 എന്ന് പറഞ്ഞാൽ 2ഉം 0-മാണ്. 2 എന്ന് പറഞ്ഞാൽ ദേവിയുടെ ശക്തിയാണ് പ്രതിനിധീകരിക്കുന്നത്. ദേവിയുടെ ശക്തിയെ. 0 എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഈ 2025 എന്ന വർഷം നിങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ദേവിയെയും, ബ്രഹ്മത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ ഒന്നും ഭദ്രകാളിയെ വിളിക്കുക, അല്ലെങ്കിൽ ഗുരുവിനെ വിളിക്കാം. അപ്പം ദേവിയെയാണ് കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ടത്. 2ഉം 0-മാണ്. 20 എന്ന് പറയുമ്പോൾ
20 എന്ന് പറഞ്ഞ സംഖ്യ ഈ 2025 നിങ്ങൾ 20 എന്ന് പറഞ്ഞ സംഖ്യ എടുക്കുമ്പോൾ അതിലെ രണ്ട് ദേവിയെ കുറിക്കുന്നു, 0 ബ്രഹ്മത്തെ കുറിക്കുന്നു. ആ 0 എന്നുള്ളത് ബ്രഹ്മത്തെയും പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഗുരുവിനെയും വിളിക്കാം. ബ്രഹ്മം എന്നുള്ളത് ഭദ്രകാളി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 20 എന്നുള്ള സംഖ്യ അങ്ങനെ വരുന്നവര് ഈ 2025 മുഴുവൻ ദേവി പ്രീതി, ദേവിയെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും. അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇനി ഒരു രഹസ്യം കൂടെ പറഞ്ഞുതരാം. ഈ 2020 എന്ന് വന്നില്ലേ, ഇനിയും നിങ്ങളൊരു പച്ച കോട്ടൺ തുണി മേടിക്കുക. എന്നിട്ട് പച്ച കോട്ടൺ തുണി, പട്ടൊന്നും വേണ്ട, കോട്ടൺ തുണി മേടിക്കുക. അതിൽ സ്കെച്ച് പേനായ കൊണ്ട് നിങ്ങൾ 20 എന്ന് എഴുതുക. വലിയ അക്ഷരത്തിൽ 20 ഇവിടെ എഴുതുക. 20 എഴുതി കഴിഞ്ഞ് നിങ്ങൾ ഈ കോട്ടൺ തുണി ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മടക്കിനുള്ളിൽ, ഏതെങ്കിലും ഒരു മടക്കിനുള്ളിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ 10 രൂപ, 20 രൂപ, 100 രൂപ, 500 രൂപ എത്രയാണ് വെക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൈസ വെക്കുകയാണ്, ഒരു 500 രൂപ. ഇനി മടക്കിനുള്ളിൽ വെക്കുക. കണ്ടല്ലോ, മടക്കിനുള്ളിൽ വെച്ചിട്ട് മടക്ക് വെച്ചു. എന്നിട്ട് നിങ്ങൾ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ 20 എന്നുള്ള നമ്പർ വന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഭദ്രകാളിയുടെ മന്ത്രം ജപിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം ജപിക്കാം. ഇപ്പം ഞാൻ പറയുന്നത് ഒരു മന്ത്രം, ഐം ക്ലീം ഷൗ ഹ്രീം ഭദ്രകാളിയെ നമഃ എന്ന് പറയാം. ഓം ചേർക്കാതെ ജപിച്ചാൽ മതി. ദശാക്ഷരിയായിട്ടാണ് പറയുന്നത്. ഓം ചേർക്കാതെ ജപിച്ചാൽ മതി. ഇതിന് ഇങ്ങനെ ചെയ്താൽ മതി. ഐം ക്ലീം ഷൗം ഹ്രീം ഭദ്രകാളിയെ നമഃ. സൗ എന്നുള്ളതിന് 0 എന്ന് തന്നെ ഉച്ചരിക്കണം. നമ്മൾ അങ്ങനെയാണ് കൂടുതൽ ഫലം ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഐ എഴുതി 0, ഐം ക്ലീം അറിയാമല്ലോ, സൗം ഹ്രീം ഹായ ഭദ്രകാളിയെ നമഃ അങ്ങനെ തന്നെ ഉച്ചരിക്കുക. ഓം ചേർക്കാതെ ഉച്ചരിച്ചാൽ മതി. ഈ ഒരു വിദ്യ ചെയ്യുമ്പോൾ ഓം ചേർക്കണ്ട. അപ്പൊ ഇത് ഇങ്ങനെ നിങ്ങൾ ഈ ചുമന്ന കോട്ടൺ തുണിക്കകത്ത് മടക്കിനകത്ത് 10 രൂപയോ 100 രൂപയോ 50 രൂപയോ എങ്ങനെ ഇഷ്ടമുള്ള പോലെ വെച്ചാൽ മതി. വെച്ചിട്ട് ഇനിയിപ്പം കോയിനാണെങ്കിൽ കോയിൻ വെച്ചാൽ മതി, അല്ലെങ്കിൽ നോട്ടാണെങ്കിൽ നോട്ട് വെച്ചാൽ മതി. നോട്ടാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും എന്നുള്ള എൻ്റെ അഭിപ്രായം. എന്നിട്ട് നിങ്ങൾ അതൊരു 1 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 3 തവണയോ അല്ലെങ്കിൽ ഒരു 1 മിനിറ്റോ നിങ്ങൾ ഈ ഭദ്രകാളി മന്ത്രം ജപിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ പൈസ എടുത്ത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അത് ഇതിനകത്ത് പച്ചക്കോട്ടൺ മാറ്റി വെക്കാം. ദിവസവും ഇങ്ങനെ പച്ചക്കോട്ടനകത്ത് പണം വെച്ച് ഇതുപോലെ മന്ത്രം ജപിക്കാം. അപ്പം പൈസ നമുക്ക് എടുത്ത് വേറെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം. അതിനകത്ത് കുഴപ്പമില്ല ദിവസവും. ഇനിയും നിങ്ങൾക്ക് വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകത്തില്ല. കണ്ടോളൂ. ഇപ്പൊ 6/4/1982 ജനിച്ച ഒരാൾ, 82 ഇവിടെ എഴുതിയപ്പം ഒരു ഓവർ റൈറ്റിംഗ് വന്നു. അതുകൊണ്ട് ഒന്നുകൂടി ബ്രാക്കറ്റ് കാണിച്ചിരിക്കുക. ഈ 1982 തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. 6/4/1982 ജനിച്ച ഒരാൾ, അയാളുടെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത്. ഈ 2025 വർഷം ഏത് ഭാഗ്യത്തിന് ഏത് വൈബ്രേഷനാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ്. അപ്പൊ 6/4 നമ്മൾ ഈ ജനിച്ച മാസവും ജനിച്ച തീയതി മാസം എടുക്കുന്നു. 6/4 പിന്നെ ഈ ഇപ്പോഴത്തെ വർഷം എടുക്കുന്നു. അപ്പൊ 6/4 എടുത്തു 2025. 6/4/2025 നമ്മൾ കൂട്ടുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് 19 ആണ് കിട്ടുന്നത്. 19 6/4/1900, അതായത് 6 + 4 + 1 + 9 + 8 + 2. അപ്പൊ നമുക്ക് കിട്ടുന്നത് 19 എന്നുള്ള സംഖ്യയാണ്. അപ്പൊ നമ്മൾ ആ 19 എടുക്കുന്നു. 19 എന്ന് പറയുമ്പോൾ 1 എന്ന് പറഞ്ഞാൽ ശിവൻ, 9 എന്ന് പറഞ്ഞാൽ ചൊവ്വ, ദേവി. അപ്പൊ ശിവനെ ദേവിയാണ് അവര് കൂടുതൽ വിളിക്കേണ്ടത്. 2025 എന്ന് പറഞ്ഞ വർഷം കൂടുതൽ വിളിക്കേണ്ടത്. മാത്രമല്ല ഇതിനിടയ്ക്ക് നോട്ട് വെച്ചിട്ട് ശിവമന്ത്രം ജപിക്കണം. അത് ഇഷ്ടമുള്ള ശിവമന്ത്രം ജപിക്കാം. ഒരു 3 തവണയോ 1 മിനിറ്റോ അല്ലെങ്കിൽ 1/2 മിനിറ്റോ എത്രയാന്ന് വെച്ചാൽ. പിന്നെ ദേവീ മന്ത്രം ജപിക്കണം. അത് ഇഷ്ടമുള്ള ദേവീ മന്ത്രം ജപിക്കാം. അപ്പൊ ശിവായ നമ ഒരു 3 തവണ ജപിക്കുന്നു. ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഓം ഇല്ലാതെ ജപിച്ചാൽ മതി. ലക്ഷ്മി മന്ത്രം ജപിക്കുന്നു. അങ്ങനെ ജപിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങൾ ജപിക്കാം. ശിവമന്ത്രവും ദേവിയുടെ മന്ത്രവും. അപ്പോൾ അത് ഈ 2025 മുഴുവൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഇനിയിപ്പോൾ 2026 ആണെന്ന് വിചാരിച്ചു, അടുത്ത വർഷമാകുന്നു 2026. അപ്പോൾ ഈ 19 എന്നുള്ള അവിടെ 20 ആകും. 20 ആകുമ്പോൾ
2ഉം 0 വരുമ്പോൾ 2 ദേവിയും 0 ബ്രഹ്മവും. അപ്പം ഭദ്രകാളിയെ തന്നെ വിളിക്കാം. ഇനി 2027 ആകുമ്പോൾ ഈ 20 എന്നുള്ളത് എത്രയാകും? 21 ആകും. 21 ആകുമ്പോൾ 2 ദേവിയും 1 ശിവനും. അങ്ങനെ അപ്പം ആ ദേവതകളുടെ വൈബ്രേഷൻ നിങ്ങൾ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. ഇനിയിപ്പോൾ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം 11/9/1983 ജനിച്ച വ്യക്തിക്ക് നമ്മൾ ഇപ്പോഴത്തെ വർഷം ജനിച്ച തീയതിയുടെയും മാസത്തിന്റെയും കൂടെ ഇപ്പോഴത്തെ വർഷം കൂടെ കൂട്ടുമ്പോൾ 20 കിട്ടുമെന്ന് പറഞ്ഞു. 20 കിട്ടി. അപ്പം ഈ 20 എന്ന് പറഞ്ഞാൽ 2 + 0 എത്ര വന്നു? 2. ജനിച്ച തീയതി എത്രയാ? 1 + 1 2. ഇതിന്റെ ജനിച്ച തീയതിയും 2 വരുന്നു. ഈ കിട്ടിയ സംഖ്യയും രണ്ടക്ക സംഖ്യ ഏകസംഖ്യയാക്കുമ്പോൾ 2 വരുന്നു. 2 കോമ്പിനേഷൻ. അവർക്ക് ഈ 2025 ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. അത് മറ്റൊരു കാര്യം. ഇനിയും നിങ്ങൾ ഇപ്പൊ കൂട്ടിക്കഴിയുമ്പോൾ 19, 20, 21 എന്നൊക്കെ സംഖ്യ കിട്ടത്തില്ലേ? ആ സംഖ്യയില് ഇപ്പൊ 2 സംഖ്യ കിട്ടുന്നതാണെങ്കിൽ ഓരോ സംഖ്യയുടെയും ഓരോ ദേവതയുണ്ട്. ആ ദേവത അനുസരിച്ച് വിളിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 19 കിട്ടുവാണെങ്കിൽ 1 ശിവനും 9 ദേവി എന്ന് പറഞ്ഞ പോലെ ഞാൻ എല്ലാത്തിന്റെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകും. 0 ആണെങ്കിൽ ഭദ്രകാളിയെ വിളിച്ചാൽ മതി. ഭദ്രകാളിയും ഗുരുവും വിളിക്കാം, പക്ഷെ ഭദ്രകാളിയെ വിളിക്കുക. 1 ആണെങ്കിൽ ശിവൻ, 2 ആണെങ്കിൽ ദേവി, 3 ആണെങ്കിൽ കൃഷ്ണൻ, 4 ആണെങ്കിൽ സർപ്പദേവത നാഗരാജാവിനെ വഴിപാടുകൾ ചെയ്യുന്നതും. രാവിലെ നാഗരാജാവിനെ എന്റെ നാഗരാജാവെന്ന് വിളിച്ച് രാവിലെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താൽ മതി. അതായിരിക്കും നല്ലത്. ഞായറാഴ്ച ഒരു നെയ്വിളക്ക് തെളിയിക്കുന്ന നല്ലതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഭദ്രകാളിക്ക് വഴിപാട് ചെയ്താലും മതി, 4 കിട്ടുന്നവർ കേട്ടോ. ഭദ്രകാളിക്ക് ഇഷ്ടമുള്ള വഴിപാട്, അതുപോലെ ഭദ്രകാളിയെ രാവിലെ പ്രാർത്ഥിച്ചാൽ മതി. ഇനിയും 5 ആണെങ്കിൽ കൃഷ്ണനെ വിളിച്ചാൽ മതി. 6 ആണെങ്കിൽ ഭദ്രകാളിയെ വിളിക്കുക. 7 ആണെങ്കിൽ ഗണപതിയെയും വിളിക്കണം, സർപ്പത്തെയും. ഗണപതിയെ വിളിച്ചാൽ മതി കേട്ടോ. സർപ്പത്തെ നമ്മൾ വീട്ടിൽ ഇരുന്ന് അതിനെക്കാട്ടി നല്ലത് ഗണപതിയെ വിളിക്കുന്നത് തന്നെയാണ്. പിന്നെ സർപ്പത്തെയൊക്കെ ക്ഷേത്രത്തിൽ പോയി നമ്മൾ നെയ്വിളക്ക് തെളിയിച്ച് എന്റെ നാഗരാജാവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വീടുകളിൽ നിന്ന് അത്തരം കാര്യങ്ങൾ അധികം ചെയ്യേണ്ടതായിട്ടില്ല. കാരണം ഇത് സർപ്പദേവതകൾക്ക് ഒക്കെ ഈ ശുദ്ധവൃത്തി, നിഷ്ഠ, ചര്യ ഇതൊക്കെ നിർബന്ധമാണ് കേട്ടോ. ഇപ്പൊ 4കാരാണേലും ഭദ്രകാളിയെ വിളിച്ചാൽ മതി, 7കാരാകുമ്പോൾ ഗണപതിയെ വിളിച്ചാൽ മതി കേട്ടോ. 8 ആകുമ്പം കൃഷ്ണൻ, 9 ആകുമ്പം ഭദ്രകാളി. കണ്ടല്ലോ, നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയാണ് കാണിച്ചത് അതിന്റെ രഹസ്യങ്ങൾ. അപ്പൊ ഇങ്ങനെ സംഖ്യാരഹസ്യങ്ങൾ ചില രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരുമെന്നുള്ളതാണ്. നമുക്ക് ഓരോ വർഷവും ഭാഗ്യം തരുന്ന ചില സംഖ്യകളുടെ വൈബ്രേഷൻ ഉണ്ട്. ഇപ്പൊ 2025 അതായിരിക്കത്തില്ല 2026. അത് നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു അതെങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കാണിച്ചത്. എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിലും ലളിതമായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. കൂട്ടാൻ അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാകും. 2ാം ക്ലാസ് വരെ പഠിച്ചവർക്ക് കൂട്ടാൻ അറിയാം. 2ാം ക്ലാസ് അല്ലെ 3ാം ക്ലാസ് വരെ പോയവർക്ക് അതിൻ്റെ അകത്ത് പിന്നെ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഈ സംഖ്യകളുടെ ഓരോ വർഷവും ഭാഗ്യം തരുന്ന സംഖ്യകളുടെ വൈബ്രേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു രഹസ്യവിദ്യയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് ശരിയായിട്ട് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യങ്ങൾ വരും, സംശയം വേണ്ട. ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരും, സമ്പത്ത്, ഐശ്വര്യം, നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ പുരോഗതി ഒക്കെ ഉണ്ടാവും. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ പലതും പഠിച്ചു വെച്ചിരിക്കുന്ന തെറ്റായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളോടൊക്കെ ചെറുപ്പം മുതലേ എല്ലാവരും പറയുന്നത് എന്താ, ഒരു ജോലി സമ്പാദിക്കണമെന്ന്. അത് എല്ലാവരും ചെയ്യുന്നുണ്ട്, ജോലി സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ജോലി സമ്പാദിക്കണമെന്നല്ല, നല്ല വരുമാനമുള്ള ജോലി സമ്പാദിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ജോലി സമ്പാദിക്കണമെന്നാണ് ചെറുപ്പത്തിൽ പറയുന്നത്. എല്ലാവർക്കും ജോലി സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കുന്നതും നമ്മൾ മനസ്സിലാക്കിയെടുത്തതിന്റെ കുഴപ്പമാണ്. നല്ല വരുമാനമുള്ള ജോലി സമ്പാദിക്കണം, അങ്ങനെ മനസ്സിലാക്കിയെടുക്കുക. അപ്പം ജീവിതം മാറും. അതെങ്ങനെ നല്ല വരുമാനമുള്ള ജോലി സമ്പാദിക്കുന്നത്? അതിന് നിങ്ങളുടെ കഴിവിനെ വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ കഴിവിനെ വർദ്ധിപ്പിച്ചാലേ നിങ്ങളുടെ വരുമാനം കൂടത്തുള്ളൂ, അല്ലാതെ വരുമാനം കൂടത്തില്ല. കഴിവിനെ എങ്ങനെ വർദ്ധിപ്പിക്കുന്നത്? നിങ്ങൾ ആദ്യം കുറഞ്ഞ ശമ്പളത്തിലാണേലും
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിൽ ജോലി ചെയ്ത് നിങ്ങൾ കഴിവ് നേടിയെടുക്കണം. അപ്പം ശമ്പളം കുറവായിരിക്കും, പക്ഷെ നിങ്ങൾ സ്കില്ല് നേടിയിരിക്കണം. കഴിവ് നേടിക്കഴിഞ്ഞ് പിന്നെ നിങ്ങൾ അവിടെ നിൽക്കരുത്, അത് മണ്ടത്തരമാണ്. കഴിവ് നേടിയിട്ടും നിങ്ങൾ ആ കുറഞ്ഞ ശമ്പളത്തിൽ തന്നെ അല്ലെ ജോലി ചെയ്യുന്നിടത്ത് തന്നെ നിന്നാൽ അത് മണ്ടത്തരമാണ്. കഴിവ് നേടിക്കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് വരുമാനം ഉണ്ടാക്കാനുള്ള മേഖലകളിലേക്ക് മാറണം. പിന്നീട് സ്വന്തം നിലയിൽ നിങ്ങളുടെ കഴിവ് സ്വന്തം നിലയിൽ പ്രയോജനപ്പെടുത്തണം. അപ്പോഴാണ് നമ്മൾ വലിയ സമ്പന്നനാകത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ആദ്യം കഴിവ് ഉണ്ടാക്കണം. ജോലി ചെയ്ത് കിട്ടുന്ന കഴിവ് ജോലി ചെയ്താലേ കിട്ടത്തുള്ളൂ. ആദ്യം ഒരിടത്ത് നമ്മൾ ഒരു ശമ്പളം കുറവാണെങ്കിലും നമുക്ക് വളരാമെന്നുള്ള മേഖലയിൽ നമ്മൾ നിന്ന് സ്കില്ല് നേടിയെടുക്കണം. കഴിവ് നേടിയെടുത്ത് കഴിഞ്ഞ് നമ്മളുടെ കഴിവ് കൊണ്ട് നമ്മൾ പണം ഉണ്ടാക്കണം. അപ്പം നമ്മുടേതായ സ്വന്തം നിലയിൽ കഴിവ് പ്രയോജനപ്പെടുത്തി വരുമാനം ഉണ്ടാക്കണം. സ്വന്തം നിലയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അത് സ്വന്തമായിട്ട് ചെയ്ത് കാശുണ്ടാക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അങ്ങനെ സ്വന്തമായിട്ട് കഴിവ് പ്രയോജനപ്പെടുത്തിയവരാണ് ജീവിതത്തിൽ എല്ലാം വിജയിച്ചിട്ടുള്ളത്. ആദ്യം കഴിവുണ്ടാക്കണം. ആ കഴിവ് കൊണ്ട് മറ്റൊരാളുടെ കീഴിൽ നിൽക്കാതെ സ്വന്തം നിലയിൽ ജോലി ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് നമ്മളുടേതായ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകും. സ്കൈ ഈസ് ദ ലിമിറ്റ്. നമുക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സാമ്പത്തികം ഉണ്ടാകും, സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകും. അവിടെയാണ് ജീവിതം ഉണ്ടാകുന്നത്. നമുക്കിപ്പോൾ എത്ര ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സമരം നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരാളുടെ കീഴിൽ നിൽക്കുന്നു, അവിടെ നമ്മുടെ സമയം ഇത്ര സമയം അവിടെ നമ്മൾ അത്ര സമയം അവർക്ക് വേണ്ടിയാണ്. അവിടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. പക്ഷെ നമ്മളുടെ കഴിവ് നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തി സ്വന്തം നിലയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ സ്റ്റാഫിനെ വെച്ച് നിങ്ങൾ ജോലി ചെയ്യിക്കുന്നു, നിങ്ങൾക്ക് അവിടെ സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്. ഇനി സ്റ്റാഫിനെ വെച്ച് ജോലി ചെയ്യിച്ചില്ലേ പോലും നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ ആ കിട്ടുന്ന ലാഭം മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ അധ്വാനിക്കുന്നതിന്റെ വളരെ തുച്ഛമായ ഒരു അംശം മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. നിങ്ങൾ അധ്വാനിക്കുന്നതിന്റെ ആ ബെനിഫിറ്റ് അവിടെ വരുന്നില്ല. അപ്പം നമുക്ക് ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ ഈശ്വരൻ ഈ പല ചിന്തകളും പല ഐഡിയാസും തരും. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക. നമ്മളൊക്കെ പല കാര്യങ്ങളും പഠിച്ചു വച്ചിരിക്കുന്നതിന്റെ കുഴപ്പമാണ്. ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ള ഉപരി നല്ല വരുമാനം ഉണ്ടാക്കാൻ പഠിക്കണം. കഴിവ് കൊണ്ട് അതിന് കഴിവ് വർദ്ധിപ്പിക്കണം. സ്കില്ല് വർദ്ധിപ്പിക്കണം. നമ്മുടെ സ്കില്ലാണ് നമ്മുടെ ഡെപ്പോസിറ്റ്. നമ്മുടെ കഴിവാണ് നമ്മുടെ ഡെപ്പോസിറ്റ്. രണ്ടാമതേ ഉള്ളൂ ക്യാപിറ്റൽ. എത്ര ക്യാപിറ്റൽ ഉള്ളവനും കഴിവില്ലെങ്കിൽ ഒരു കാര്യമില്ല. കഴിവുള്ളവന് ക്യാപിറ്റൽ ഉണ്ടാക്കാൻ പറ്റും, മൂലധനം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ തലമുറ പഠിക്കേണ്ട കാര്യങ്ങൾ. അല്ലാതെ ഒരു ജീവിതകാലം മുഴുവൻ ഒരു സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ സമയവും നിങ്ങളുടെ അധ്വാനവും ഒരു സ്ഥാപനത്തിന് വേണ്ടി കൊടുത്തു ജീവിത അവസാനം നാട്ടിൽ വന്നു, അപ്പോഴത്തേനും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ആയി, കാലവും പോയി, വയസ്സും പോയി, ശരീരത്തിനും ആവതില്ലാത്ത കാലത്ത് പിന്നെ എന്ത് ജീവിക്കാനുള്ളതാണ്? നിങ്ങൾക്ക് കഴിവുള്ളപ്പോൾ തന്നെ നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് വളരാൻ പറ്റിയ മേഖലകൾ കണ്ടുപിടിച്ച് അവിടെ വിജയിക്കാമെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അത് സ്വന്തം നിലയിലോ ഒക്കെ ചെയ്ത് അങ്ങനെയുള്ളവരാണ് ജീവിതം ആസ്വദിക്കുന്നത്. അവിടെ അവർക്ക് മാത്രമേ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണം. ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ ഒരു കൊച്ചു മരം കൊണ്ട് നട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആ വലിയ മരത്തേക്കാൾ ഈ ചെറിയ മരം മുകളിൽ പോകത്തില്ല. കാരണം ഈ ചെറിയ മരത്തിന് കിട്ടേണ്ട സൂര്യപ്രകാശവും ഊർജവും ഒക്കെ ഈ വലിയ മരം വലിച്ചെടുക്കുന്നത്. അത് തന്നെയാണ് നമ്മളൊക്കെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. എന്തൊരു ജോലി ചെയ്യരുതെന്നല്ല പറഞ്ഞു കേട്ടോ. നമ്മുടെ ഒരു അവസ്ഥ കൊണ്ട് സാഹചര്യം കൊണ്ട് ജോലി ചെയ്യാം, പക്ഷെ അവിടെ തന്നെ നിന്നു പോകരുത്. അത് മണ്ടത്തരം, അത് നമ്മുടെ കഴിവില്ലായ്മയാണ്. അതേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ കൊച്ചു മരം വലിയ മരത്തിന്റെ ചോട്ടിൽ നിന്നൊന്ന് മാറ്റി നട്ടു നോക്കിക്കേ. അത് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ട് വരും, പക്ഷെ പിന്നെ സൂര്യപ്രകാശവും എല്ലാം സ്വീകരിച്ച് ഈ വലിയ മരത്തെക്കാട്ടിലും ഈ മാറ്റി നട്ട കൊച്ചുമരം വലുതായി വരും. അത് പ്രകൃതി നിയമമാണ്. അതായത് നമ്മൾ എപ്പോഴും നമ്മളുടെ കഴിവ് ഉപയോഗിക്കുന്നു, നമ്മളുടെ കഴിവ് കൊണ്ട് നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരത്തുള്ളൂ.
അല്ലാതൊന്നും ആരെങ്കിലും ഒരു ഈശ്വരൻ ഇറങ്ങി വന്ന് കുറെ സ്വർണ്ണങ്ങൾ ആകാശത്തിൽ നിന്ന് തരുമെന്നോ വീട്ടിൽ ചുമ്മാ ഇരുന്ന അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നോ ഒന്നും ചിന്തിക്കരുത്. അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ നമ്മളുടെ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാകും. അപ്പോഴും നമ്മൾ തന്നെ പ്രവർത്തിക്കണം. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. നമ്മുടെ പകുതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ എഫേർട്ട് എടുത്ത് പ്രവർത്തിക്കണം. അപ്പൊ നമ്മളുടെ ആ പ്രവൃത്തിയിൽ നിന്നാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാകുന്നത്. ആ പ്രവൃത്തി ശരിയായ രീതിയിൽ വരുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പ്രവർത്തിക്കേണ്ട നമ്മൾ തന്നെയാണ്. നമ്മൾ നന്നായിട്ട് പ്രയത്നിക്കുക കൂടെ വേണം. അപ്പം എനിക്ക് ശരിയെന്ന് തോന്നി ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാല്ലേ, നിങ്ങൾക്ക് തള്ളിക്കായാൽ. എനിക്ക് എൻ്റെ അനുഭവങ്ങളും ഞാനിത് ജീവിതത്തിൽ പലതും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ടായി പറഞ്ഞു തരുന്നത്. നിങ്ങൾ നോക്കുക, എൻ്റെ യൂട്യൂബ് വീഡിയോ 6 വർഷം മുമ്പ് 200-300 വ്യൂസ് മാത്രമേ ഉള്ളായിരുന്നു. നിങ്ങൾ നോക്കുക, ഇന്നിപ്പോൾ സാമാന്യം വലിയ ഇതൊന്നുമില്ലേലും സാമാന്യം വ്യൂസും സബ്സ്ക്രൈബറും ഉണ്ട്. അത്ര വലുതായിട്ടില്ലേലും. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ്, വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. എൻ്റെ സ്കില്ല് അല്ലെ എൻ്റെ അറിവ്, എൻ്റെ കഴിവ്, അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് പലർക്കും പ്രയോജനപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ആ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നു. അത് അവർക്കും ഗുണമുണ്ടാകുന്നു, എനിക്കും അതിൻ്റെ ഗുണം വരുന്നു. ഇവിടെ എല്ലാം ആ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനോട് മാത്രമേ ജീവിതത്തിൽ മാറ്റം വരുത്തുള്ളൂ. അതായത് നമ്മൾ നമുക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുന്നത്. അല്ലാതെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കത്തില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും എൻ്റെ ജീവിതം ഒക്കെയാണ് ഇതിന് അടിസ്ഥാനം. പിന്നെ ഞാൻ കണ്ട ജീവിതങ്ങൾ. അപ്പോൾ നമുക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് വേറെ ആരും പ്രവർത്തിക്കത്തില്ല, നമ്മൾ തന്നെ പ്രവർത്തിക്കണം. അതെപ്പോഴും ചിന്തിച്ചോളുക. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരാണ് ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ളവരല്ല. മറ്റുള്ളവരെ അനുകരിക്കുന്നതുകൊണ്ടോ ഒന്നും ജീവിതത്തിൽ ഒന്നും ആകത്തില്ല. നമ്മളുടേതായ വഴി, നമ്മളെ കഴിവുള്ള മേഖല, നമുക്ക് നമ്മുടെ കഴിവ് പ്രയോജനപ്പെടുത്താവുന്ന മേഖല നമ്മൾ തന്നെ കണ്ടെത്തണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. ആദ്യമൊക്കെ നമ്മൾ പരിശ്രമിക്കുന്നതിന് വലിയ ഫലം കിട്ടണമെന്നില്ല. നിങ്ങൾ നോക്കി, എൻ്റെ ആദ്യകാല വീഡിയോയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇതുപോലെ തന്നെ പലതും പറയുന്നത്. പക്ഷെ അന്നൊക്കെ അതിന് ഫലം കിട്ടിയിട്ടില്ല. പക്ഷെ വർഷങ്ങൾ കഴിയുമ്പോൾ അതിന് ഫലം കിട്ടും. കൂടുതൽ ആളുകൾ കാണുന്നു. ഒരിക്കലും ആത്മാർത്ഥമായ അധ്വാനം വെറുതെ ആകത്തില്ല. ഇന്നലെ നാളെ ഫലം ഉണ്ടാകും. പക്ഷെ ക്ഷമയോടുകൂടി നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം. തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റം വരും. ആ ഒരു സന്ദേശം ഞാൻ എന്നെ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം എൻ്റെ വീഡിയോ കൊണ്ട് ഒരുപാട് ആളുകൾ ഇന്ന് സ്വന്തം നിലയിൽ, വീട്ടമ്മമാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, ബ്യൂട്ടി പാർലറ്, അതുപോലെ തയ്യൽ കടകള്, റെസ്റ്റോറൻറ്റ്, ഒരുപാട് സ്ഥാപനങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങിയവരുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട്. അതൊക്കെ ഈ നാവിൽ നിന്ന് വന്ന ഇതുപോലുള്ള കാര്യങ്ങൾ കേട്ടാണ്. അവർക്കൊക്കെ ജീവിതത്തിൽ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ജീവിതം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ എന്ന് കരുതി ഒരാൾ പോയി ചുമ്മാ ഒരു പ്രസ്ഥാനം തുടങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിച്ചിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് വളരാമെങ്കിൽ, അങ്ങനെ ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ കൂടുതൽ പ്രയത്നിക്കാൻ തയ്യാറാവുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ആദ്യം വലിയ പൈസ മുടക്കിയൊന്നും ചെയ്യരുത്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാല്ലേ ചെയ്യാതിരിക്കാം. ചെയ്യണമെന്നും ചെയ്യേണ്ടെന്നും ഞാൻ പറയത്തില്ല. ഞാൻ എൻ്റെ അനുഭവങ്ങളും ഞാൻ കണ്ട ജീവിതങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാൻ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശുഭം.